ചിരിക്കുന്നോ? ആദ്യ ശിക്ഷട്ട് നീ ചായ കുടിക്കണ്ട. ഇപ്പൊ സമയം എത്രയെന്നറിയോ? പറയണ സമയം. നിന്റെ ഫോൺ എന്തി സമയം എത്രയെന്ന് അറിഞ്ഞിട്ട് അതോടെ ഇന്നിട്ട് എന്നേ പറയുള്ളൂ. നീ എഡിറ്റ് ചെയ്യൂല. സമയം കണ്ടോ? 4:15. എന്റെ സൽപുത്രൻ എണീറ്റ് വന്നതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. എവനെ കൊഞ്ചിച്ച് ലാളിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന എനിക്ക് ഇപ്പൊ യൂട്യൂബ് തുറക്കാൻ പറ്റൂല. കിച്ചു ഫാൻസ് ചേച്ചി ഓവറാണ്, ചേച്ചി അത് പറയുന്നു, ഇത് പറയുന്നു, കിച്ചുവിനെ സമാധിയാക്കുമെന്ന് പറഞ്ഞു, കുടുംബിനിയെ സമാധിയാക്കുമെന്ന് പറഞ്ഞു തുടങ്ങി വെച്ചവൻ നീ. ഓർമ്മയുണ്ടാ? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ വീഡിയോ എടുക്കും. ഇവൻ ഡയലോഗ് അടിക്കുമ്പോൾ ഇവൻ കളച്ചർ നോക്കിയേ. ഇവൻ ഡയലോഗ് അടിക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കും. എൻ്റെ നല്ല മനസ്സിനോ ഞാൻ ക്യാമറ ഉണ്ടോ ഇല്ലെന്ന് തോന്നൂല, ഇതിന് മറുപടി പറയുകയും ചെയ്യും. അവസാനം എന്തായി? ഇവന് മറ്റേ ചുറ്റും 2 ചിറക്, പുറകിൽ ഇങ്ങനെ മറ്റേ വട്ടം വലയത്തിൽ വെള്ളി വെളിച്ചം മാലാഖൻ. നീ ചായ കുടിക്കണ്ടടാ. എന്നിട്ട് അവസാനം എന്ത് പറ്റി? എടാ നിന്നെ ഞാൻ ബലമായിട്ട് പിടിച്ച് നിർത്തിയോ? പോരുതെന്ന് പറഞ്ഞ് ഇവിടെ നിന്നോട് പോടാന്ന് പറഞ്ഞാൽ നിന്നെ ശല്യം ചെയ്തോ? അവനെ ഞാൻ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അവൻ ഒരു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനുള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെ ഞങ്ങൾ എടാപോടാ ബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും പറയും, പലതും പറയും. പിന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ സ്ക്രിപ്റ്റഡ് വീഡിയോ ഇടലോ അല്ലെങ്കിൽ നല്ല ഭാഗം മാത്രം വീഡിയോയിൽ എടുത്തിട്ട് കാണിക്കലോ അങ്ങനെയുള്ളതല്ല. നമ്മൾ ആ ഒരു സമയത്ത് അപ്പോൾ വരുന്ന പറയുന്നു, ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നു. പലപ്പോഴും ഇത് ഞാൻ നെഗറ്റീവ് കമന്റിനെ അല്ല പറയുന്നത്, ചില തെറ്റിദ്ധാരണകൾ മാറ്റുന്നു. ആ തെറ്റിദ്ധാരണ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അതറിഞ്ഞൂടാ. പതിവില്ലാണ്ട് ഞാൻ കമന്റ് നോക്കുന്നതല്ല. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു, അയ്യോ കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞ് കുറേ പറയുന്നുണ്ടല്ലോ മോളെ, നീ കമന്റ് ഒന്നും വായിക്കല്ലേ എന്ന്. കമന്റ് വായിക്കരുതേ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വായിക്കുമല്ലോ. ഞാൻ നോക്കിയപ്പോൾ കുറേ കിച്ചു ഫാൻസ്. ഞാൻ സാധാരണ ചെയ്യുന്നറിയാമോ, പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കും. അതിൽ എൻ്റെ 1-2 വേണ്ടപ്പെട്ടവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവന് നെഗറ്റീവ് കമന്റ് വന്നാൽ ഞാൻ അപ്പാടെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം. കാരണം അറിയാമോ, ഇവൻ്റെ അമ്മയ്ക്ക് അപ്പം ഞങ്ങൾ വർത്താനം പറയുന്നത്, ഞങ്ങൾ പറയുന്ന തമാശ അതെല്ലാം അവൻ്റെ അമ്മയ്ക്ക് അറിയാം. ആ പുള്ളിക്കാരിക്ക് അതൊന്നും ഫീൽ ആവില്ല, അതങ്ങനെയാണ്. പക്ഷേ എന്തെങ്കിലും ആരെങ്കിലും ഇവനെ പറ്റി മോശം പറഞ്ഞാൽ സട്ടക്കോട്ടം ഞങ്ങൾ ഇറങ്ങും, പോയി മറുപടി കൊടുത്തോളും. പിന്നെ മാത്രമല്ല ഭയങ്കര വിഷമമാണ്. വേറെ ഒരാൾ നെഗറ്റീവ് കമന്റ് ആരെങ്കിലും ഇട്ടാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്തു, കിച്ചു ഓവറാ, കിച്ചുവിൻ്റെ വർത്താനം നിർത്തണം, അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് എനിക്കെതിരെയുള്ള ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. അത് എൻ്റെ നല്ല സ്വഭാവം. എന്നിട്ടിപ്പോൾ എന്തായി, കിച്ചുവിനെ ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ സമാധി കേസുണ്ടല്ലോ, തുടക്കം ഇട്ടെന്ന് അവൻ കുഴി കാണിച്ചിട്ട് കുടുംബിനീൻ്റെ സമാധിയാണെന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞപ്പോഴോ അവനത് ഓഫ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിച്ചു സമാധി എടുത്തിട്ട് അവസാനം അത് ആർക്കായി പണി. ഇത് ചിരിയല്ലേ, ഇത് കള്ളത്തരവാ, കംപ്ലീറ്റ് കള്ളത്തരവാ. ഏത് വകയില്? അവന് ഇഷ്ടമല്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കും. ഞാൻ ഇവിടെ 21 വയസ്സുള്ള ഒരുത്തനാണ് അവൻ. ഒരു യുവാവാണ്, ഒരു മധ്യവയസ്കനാണ്, 21 വയസ്സുള്ളത്. ഇവന് വേണമെങ്കിൽ പോവാം, അവന് വേണമെങ്കിൽ അവന് നിൽക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടമില്ലാത്തൊരിടത്ത് നിൽക്കുമോ? നിങ്ങളെ ഒരാൾ കുത്തി പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ നിൽക്കുമോ? ഇവനറിയാം ഇത് തമാശയാണെന്നും ഞാൻ ഒന്ന് പറഞ്ഞാൽ ഇവൻ 10 തിരിച്ചു പറയുന്നുണ്ടെന്നും അവന് നല്ല വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് അവൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ എവിടെ പോലും എൻ്റെ ഒരു ഹണിമൂണിന് പോലും അവൻ എൻ്റെയും കുഞ്ഞാവേടയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവൻ എത്രത്തോളം വേണ്ടപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ. അതിപ്പോൾ കുറേയൊക്കെ തിരിച്ചറിയുക, തമാശയായിട്ട് കാണുക. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഓവറാ, കല്യാണത്തിന് ശേഷം ഞാൻ എന്താ പറയുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്കിപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് അയ്യോ വീഡിയോ കാണുന്നവർ എന്നെ പറ്റി മോശം പറയുമല്ലോ എന്നും പറഞ്ഞ് എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ പഴയ വൈബ് കിട്ടത്തില്ല, പഴയ സീതത്തോട്ടിലെ പോലത്തെ വീഡിയോ വരുന്നില്ല. എനിക്കിപ്പോൾ ഈ 12,000 കോഴിയേയും 10-30 പട്ടിയേയും കിളിയേയും വീട്ടിലുള്ളവരെല്ലാം പെറുക്കിയിട്ട് വരാൻ പറ്റുമോ? ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ രീതിയിൽ വരും, അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ രീതിയിൽ വരും. പിന്നെ സ്വന്തം വീടല്ലാതെ അനുസരിച്ച് വേണം നിൽക്കാനെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ സ്വന്തം വീട് തന്നെയാണ്. ഞാൻ എവിടെ നിൽക്കുന്നു അത് കിച്ചുവിൻ്റെ സ്വന്തം വീടാണ്. ഞങ്ങൾ എവിടെ നിൽക്കുന്നു അത് കുഞ്ഞാവൻ്റെ സ്വന്തം വീടാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതെ, ഞങ്ങൾ മിഥുന സിനിമയിലെ പോലെ കഴിഞ്ഞ ദിവസം ഹണിമൂണിന് പോയത്. അത് കോമഡിയാ. ഉച്ചയപ്പോൾ പോയി വൈകിട്ട് തിരിച്ചു വന്നു. ഒത്തിരി പേര് വിളിച്ചു, നിങ്ങൾ ഊട്ടിയിലാണോ, ഊട്ടിയിൽ തിരിച്ചു എപ്പോഴാ വരുന്നത്? ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. നമുക്കിവിടെ അത്രയൊക്കെ അടുത്തല്ലേ ഊട്ടി? ഊട്ടി അടുത്താ, അത്രയ്ക്ക് അടുത്താ. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവര് പറഞ്ഞു കാടാ, മാനൊക്കെ ക്രോസ് ചെയ്യും. ഞാനിപ്പോ പറയണം, ഞാനത് പറയാം. ആനക്കാട്ടി കൊടുക്കിച്ചു വണ്ടി ഓടിച്ചു വന്നു. അതല്ല ഞാൻ പറയാൻ വന്നേ. അപ്പം ഇവര് പറഞ്ഞു
എന്താ മാന ഇടിച്ചാൽ 15 ദിവസം ജയിലിൽ പോകും. അപ്പോൾ ജയിലിൽ പോകുന്ന മേടിച്ചിട്ടല്ല, ഞാൻ 15 ദിവസം പോയാൽ ഇവരെവിടെയൊക്കെ പോകും, ഇവർ മണാലി അവിടെ എവിടെയെല്ലാം പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുത് കാട് കഴിഞ്ഞിട്ട് ചെറുത് കാറിന്റെ ചാവി ബൈക്കിന്റെ ചാവിയും കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അവനെ ഇട്ടിട്ട് ഒരു പഞ്ചായത്തിൽ പോലും പോരുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇവന്റെ കീഴിൽ നിന്ന് കാറിന്റെ ചാവി എടുത്തിട്ട് കുഞ്ഞാവേ ചാവി കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതിനെ കണ്ടിട്ടുണ്ട്. അവനത്രയ്ക്ക് സ്വാതന്ത്ര്യം നമുക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ തമാശയെ തമാശയായിട്ട് കാണുക. പിന്നെ ഞാൻ മമ്മി ചോദിച്ചു എടാ കണ്ടോ ദീപ്തി നിന്നെ സമാധി ഇരുത്തുന്നൊക്കെ പറയുന്നുണ്ട്, ആൾക്കാരൊക്കെ കമന്റ് ഇടുന്നു. ഞാൻ പറഞ്ഞു മമ്മിക്ക് അത് കണ്ടിട്ട് വിഷമമായോ? മമ്മി പറഞ്ഞു നമുക്കറിയാലോ വർത്താനമല്ലേ, അത് പറയുന്നു തീരുന്നു. അമ്മയ്ക്കും ചാച്ചനും ഒക്കെ അറിയാം, ഇവിടെ കുടുംബത്തുള്ളവർക്കൊക്കെ അറിയാം നമ്മൾ വർത്താനത്തിൻ്റെയാണ്. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, പറയുമ്പോൾ സൂക്ഷിച്ച് പറയണമെന്നൊക്കെ പറയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്നത് ഇപ്പോൾ ഇവൻ പറയുന്ന മോശം കാര്യമോ ഞാൻ പറയുന്ന മോശം കാര്യമോ നല്ല കാര്യമോ ഇതെല്ലാം എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. ഇത് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ ഈ സമാധി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സീരിയസ്നെസ് ആയിട്ടുണ്ടെങ്കിൽ അയ്യോ നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഈ എഡിറ്റ് ചെയ്ത് വരുന്ന എല്ലാം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ തുടക്കത്തിൽ വന്നപ്പോൾ ഇവന് വീഡിയോ എടുക്കുക തന്നെയായിരുന്നു. ഞാൻ കള്ളത്തിന് പറയുന്നത് അല്ലാതെ അവനും അറിയാം. വീഡിയോ എടുക്കലോടുകൂടി നിൽക്കാനും തിരിക്കാനും 24 മണിക്കൂറും വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നത്. 24 മണിക്കൂർ എന്നുള്ളത് 23, 22 ഇങ്ങനെ കുറഞ്ഞു ഇപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ എടുക്കണമെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒരു ദിവസത്തെ നടക്കുന്ന ഇവൻ്റെ ടൈം അനുസരിച്ചാണ്. ഇവൻ ഒരുങ്ങി ഇറങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റും. ഇവൻ ഒരുങ്ങി ഒന്ന് ചാവിയും കൊണ്ട് നടക്കും, 2 ഇവനെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. ഇവനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് വിശ്വസിച്ച് പോകും? ചിലപ്പോൾ അവന് വിഷമം അവനിട്ടിട്ട് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ അവനെ ഇട്ടിട്ട് പോകത്തില്ല. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്കൂറടുത്ത് പോകണമെങ്കിൽ ഇവൻ 10 മണിയാകുമ്പോൾ തൊട്ട് ഇവൻ്റെ പുറകെ നടക്കണം. കാരണം എന്താ, ആ 2 മണിക്ക് മുന്നത്തെ 10 മിനിറ്റ് അവൻ ഒരുങ്ങുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം അവനൊരു 4-5 മണിക്കൂർ. ഒത്തിരി സമയമുണ്ട്. ഇത്രയും ലേറ്റ് ആവുന്ന ചെക്കനെ ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മളെ സത്യമായിട്ട് തന്നെ പറയുന്നത്. എന്ന് ഇപ്പൊ കിച്ചു ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ അറിയിക്കണോ, ഈ പറയുന്ന പോലെ കുറെ ഞാൻ കാണുന്നുണ്ട് കിച്ചുവിനെ വീഡിയോ എടുക്കാൻ കൊണ്ടു നടക്കുക. അങ്ങനെ ഇങ്ങനെ നേരെ തിരിച്ചായി ഇവന്റെ വീഡിയോ എടുക്കാനാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത്. എന്റെ ഗാലറി മൊത്തം ഇവന്റെ ഫോട്ടോ ഇവന്റെ വീഡിയോ. ഇവ പിന്നെ ആദ്യം സോപ്പിട്ട് പറയും, പിന്നെ വേറെ രീതിയിൽ പറയും, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ പിന്നെ വീഡിയോ എടുത്ത് എൻ്റെ ഗാലറി വെച്ചിട്ട് പിന്നെ അത് അവന് കൊടുക്കണമെങ്കിൽ ഞാൻ പറയും എൻ്റെ വീഡിയോ എടുത്ത് തന്നാൽ ഞാൻ നിനക്ക് ഇത് തരാമെന്ന്. ഇപ്പം അതാണ് അവസ്ഥ. ആൾക്ക് സമയമില്ല. ഇപ്പം ഞാനും കുറേയൊക്കെ അവൻ്റെ വഴിക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ അസമയത്തുള്ള ചില ഫോൺ വിളിയൊക്കെ കാണുമ്പോൾ മാത്രം ഞാൻ വയലൻ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവൻ്റെ വഴിക്ക് അങ്ങ് വിട്ടതാണ്. കാരണം എനിക്ക് മനസ്സിലായി എന്തിനാ വെറുതെ സമയം കളഞ്ഞ് പിള്ളേരുടെ ഒക്കെ കുറേ നടന്നിട്ട്. അവനും കാണില്ലേ ആഗ്രഹം, അവൻ എൻജോയ് ചെയ്യട്ടെ. എനിക്ക് ഒറ്റ പേടിയുള്ളൂ. കാരണം ഇവൻ എന്തെങ്കിലും കുരുത്തക്കേടോ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ, ഇവൻ എന്തെങ്കിലും പ്രശ്നത്തിൽ ചാടിക്കഴിഞ്ഞാൽ ആ ജീവനാന്തം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ ആരും ആയിക്കോട്ടെ ബാക്കിയുള്ളവരെല്ലാം പറയും ഇവിടെ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ദീപ്തിയുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ഈ ചെക്കൻ ഇങ്ങനെ ആയെന്ന് പറയും. ഈ ഒരു സങ്കടം ഉണ്ടാവരുത് എന്ന് അതിനിടയ്ക്ക് അണ്ണാണി പേടിപ്പിക്കും എന്നെ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കും കിച്ചുവിനെ നോക്കണം, അവന് വല്ല അബദ്ധത്തിൽ ചെന്ന് ചാടിയാൽ നിന്റെ തലയിലിരിക്കും, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും. അത് ഏകദേശം എപ്പോഴാണോ ഇനി ഞാൻ കിച്ചു. അതാണ് ഞാൻ ഇവൻ്റെ പുറകെ നടക്കുന്നത്. ഇവൻ ആരെ വിളിക്കുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നതൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അക്കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. എന്തായാലും ഇവൻ വഷളായി പോകും, ഇവൻ വഴി തെറ്റിപ്പോൾ, അത് കാര്യം ഉറപ്പ്. ആ വഴി എൻ്റെ വഴി നല്ല വഴിയെ തെറ്റിയാൽ മതിയായിരുന്നു. എടാ നോക്കിയും കണ്ട് വഴി തെറ്റാ കേട്ടോ. എനിക്ക് പേടി. ഇവൻ്റെ അമ്മ എപ്പോഴാണ് നടത്തില്ല. ഇവൻ്റെ അമ്മ ഇവന് വേണ്ടി എന്തും ചെയ്യും, എന്തും. പഞ്ചായത്തിൽ പോയതാ, കല്യാണം രജിസ്റ്റർ ചെയ്യണ്ടേ. ഈ പറഞ്ഞ ഞാൻ 4 മണിക്ക് ഞാൻ 9:30 എണ്ണിച്ചതാ. എണീച്ച് ഞാൻ പുറത്ത് വന്നു. എണീറ്റ് പുറത്ത് വന്നു, മൂത്രമൊഴിച്ചു, തിരിച്ചു പോയി കിടന്നു. എന്നിട്ട് കുറച്ച് മുന്നേ എണീറ്റ് 1.5 മണിക്കൂർ കുളിക്കാൻ കയറി. കള്ളമാണ് അവന്. കള്ളമെന്ന് പറയാനുള്ള പക്വതയില്ലേ? ആരും കുളിച്ചെന്ന് പേര് പറയില്ല, കുളിച്ചില്ലെന്ന് പറയുന്നത്. അത് ശരിയാ. കുളിക്കാനൊക്കെ ഒത്തിരി സമയം എടുത്തേ കുട്ടി കുളിക്കുള്ളൂ. അങ്ങനെ 4:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അതിന് ഇച്ചുവിൻ്റെ അമ്മ ഇത് ഓർത്തിട്ട് നീയോ എൻ്റെ കൊച്ചിങ്ങനെ പോയെന്ന് വിചാരിക്കട്ടെ. എനിക്ക് സത്യമാണ്, എനിക്കിപ്പോൾ ടെൻഷനുണ്ട്. രാവിലെ എണീറ്റ് വല്ല കാര്യം ചെയ്ത് 9 മണിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നവനാ. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനില്ലേ? ഞാൻ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ. ജീവനുണ്ടോ നോക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യുന്ന. പേടിയുണ്ട്. എന്നിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞെടാ മൊത്തം നെഗറ്റീവ് നിന്റെ അതിനിടയ്ക്ക് ഇവൻ പറയുന്നുണ്ട് ചോദിക്ക് ഗൈസ് എന്നും കണ്ട ഏതോ വീഡിയോയില്. അത് കേട്ടപ്പോഴാണ് എല്ലാവരും കൂടെ ചോദിക്കാനൂടെ തുടങ്ങിയത്. ചോദിക്ക് ഗൈസ് വരെ ഞാനാണ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചത്. അവന് ചോദിക്കാനും പറയാൻ ആൾക്കാരുള്ളപ്പം അവൻ്റെ അമ്മയ്ക്കൊന്ന് സന്തോഷമായിക്കോട്ടെ. പക്ഷെ ഇത്രയും സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഓർമ്മയില്ല എന്നെ പറഞ്ഞു. സംഭവം നമ്മളപ്പ വരുന്ന പറയും എന്തോന്ന് പോലും അറിയില്ല. അവൻ ആലോചിച്ച് പറയുന്നു, ഞാൻ വായി തോന്നിയത് പറയുന്നു. അവൻ പറയേണ്ടാത്തത് പറയുമ്പോൾ അവനത് ഓഫ് ചെയ്തിട്ട് പറയുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അവനത് റെക്കോർഡ് ചെയ്തെടുക്കുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലെ ഞാൻ ചിരിച്ച് കേട്ട് എനിക്കത് സന്തോഷമായിട്ട് തോന്നുന്നു. ഞാനതിടുന്നു. അവസാനം നീ മറ്റേ വെള്ളി വെളിച്ചമുള്ള മാലാഖനും
ഞാൻ മറ്റേ കറുത്ത കുപ്പായോട്ട് സാത്താനത്തി. ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ സാത്താനത്തി. ഞാൻ ഇവന്റെ ഒഫീഷ്യൽ ക്യാമറമാനെത്തിയായി ഇപ്പം. ആ അല്ലാണ്ട് ഇവനല്ല എനിക്ക് വീഡിയോ എടുക്കുന്നത്, ഞാനാണ് ഇവന്റെ വീഡിയോ എടുത്തു കൊടുക്കുന്നത്. എൻ്റെ പേര് മിക്കവാറും 26-ാം തീയതി പോകേണ്ടി വരും. തുമ്പിയുടെ ഡാൻസ് ഉണ്ട്. എത്ര ദിവസത്തേക്കാ പോകുന്നത്? ഒരു ദിവസത്തേക്ക്. എന്നാ പോയിട്ട് വരുമ്പോ എന്റെ SSLC ബുക്ക് എടുത്തിട്ട് വരുമോ? 10ന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരുമോ? ഒരു കാരണമല്ലോ. അതിപ്പോ അല്ലേ നിനക്ക് കാരണം എന്തിനാ? അല്ല പറയാൻ വേണ്ടി പപ്പനെ കൂട്ടിയിട്ടല്ലോ, ഞാൻ തുണിയൊന്നും കൊണ്ടതില്ല. സാധനം കുറെ പോവാൻ തിരിച്ചു. ശരി. അല്ലെ മുള്ളാൻ ഇറങ്ങുമെന്നുകൊണ്ട് ഇറങ്ങി രാത്രി ഇങ്ങ് പോന്നാ മതി. അവിടുന്ന് 1 മണിക്കൂറുണ്ട് മുഴുവൻ ദൂരം ചെങ്ങന്നൂർ. ട്രെയിനിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ട്രെയിനിലുണ്ട് ടോയ്ലറ്റ്, ഞാൻ അതിൽ മുള്ളി ശീലിച്ചു, എനിക്ക് അതിലേ പറ്റുള്ളൂ എന്ന്. വിടുവിടാ. വിടും. ഇന്നലെ അങ്ങനെ നമുക്ക് ഫൈൻ കിട്ടി. അത് പറഞ്ഞോ. അത് പറയണ്ടടാ. വേണ്ടേ? നിന്റെ പൊൻതൂവലിൽ നിന്നൊരു തൂവൽ അടർന്നു പോകും. അതുകൊണ്ട് ഞാൻ എന്റെ കൊച്ചിന്റെ മോശം ഒന്നും പറയാറില്ല. എന്താ നീ തന്നെയാ പറഞ്ഞു കൊടുക്കുന്നേ. ഞങ്ങൾ പറയൂല. തെറ്റാരുടെ ആയാലും ഫൈൻ കിട്ടി. അതും തമിഴ്നാട്ടിന്ന്. അവിടെ വരെ ഉണ്ടോ നമുക്ക് ആൾക്കാര്? അല്ല അവിടെ നിന്നല്ല കുറെ പേര് വന്ന് ചോദിച്ചിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. ആദ്യം അതെ അതെ, തമിഴ്നാട്ടിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ഉണ്ട് കേട്ടാ. ഞങ്ങൾ ഊട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഊട്ടിയിലൊക്കെ നിറയെ ആൾക്കാർ, എല്ലാവരും ഉണ്ട് നമുക്ക്. അതല്ല, വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ നമ്മൾ പോയ വഴിക്ക് അവിടെ ചെക്ക് പോസ്റ്റിൽ കൈ കാണിച്ച് നിർത്തിയപ്പോൾ വണ്ടി ചെക്ക് ചെയ്യണം, ഓരമ നിപ്പാട്ടാൻ പറഞ്ഞു. ഞങ്ങൾ നിപ്പാട്ടാൻ പോയപ്പോഴത്തേക്ക് അവർ നോക്കിയപ്പോഴത്തേക്ക് മറ്റേത് സിന്ദൂരം കൂട്ടത്തിൽ അല്ല പുള്ളി എന്നെ സൂക്ഷിച്ചാൽ നോക്കിയപ്പോൾ കൂട്ടത്തിൽ മാന്യായി കുടുംബിനിയായ ഒരു സ്ത്രീ ഉണ്ട്. പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിങ്ങനെ ഞാൻ വലത്തെ സൈഡിലായിരിക്കും, നമ്മൾ വലത്തെ സൈഡിൽ വന്നിട്ട് വന്നു അങ്ങോട്ട് കുറച്ച് പോയിട്ട് ആ സൈഡിലോട്ട് നിർത്താം. ഓരമ നിപ്പാട്ടാൻ അത് പറഞ്ഞു. വണ്ടി എന്റെ തൊട്ട് ഫ്രണ്ടിലെ ഡ്രൈവിംഗ് സീറ്റിലല്ലേ, ഞാൻ തൊട്ട് പുറകില്. ഇവനെ നിർത്തി ഓരമ നിപ്പാട്ടാൻ പറഞ്ഞിട്ട് എന്നെ ഒന്ന് പോപ്പാ നീങ്ക പോപ്പാ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പോപ്പയായി. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. പിന്നെ പോയി. അമ്മച്ചി ഇന്നലെ നല്ലവണ്ണം പഠിപ്പിച്ചാലേ വേറൊരു അമ്മച്ചി. ഇന്നലത്തോടെ കിച്ചു തമിഴ്നാട്ടില് വേണ്ടപ്പെട്ട ഒരാളായാലേ. ഞാൻ പിന്നെ ഇറങ്ങാനൊന്നും പോയി. അത് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം, ഞങ്ങൾ പറയൂല. കുളു മണാലി പോകാനുള്ള അടുത്ത നമ്പരാ. ഇവൻ നേർച്ചയിടുമായിരുന്നു കുളു മണാലി പോവാന് ചുമ മാറണം. ഇവൻ ചുമ മാറാണ്ട് കൊണ്ടുപോകില്ലാന്ന്. ഇവൻ ചുമക്കുന്ന കണ്ടിട്ട് ആ വീട്ടിലെ ചേച്ചി ഒരു മരുന്ന് കൊടുത്ത് കയറി പോകാൻ. കുഞ്ഞാച്ചേട്ടൻ മരുന്നു. അല്ലാതെ എനിക്ക് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അയച്ചു തന്നു. ഈ മരുന്ന് മേടിക്കുന്നത് നല്ലതാ, ഈ മരുന്ന് മേടിക്കുന്നത് നല്ലതാ, അങ്ങനെ കുറെ മരുന്നുകളുണ്ട്. ആ മരുന്ന് മേടിച്ചില്ല, ഞാൻ കഴിച്ചു. അമ്മേ എന്റെ ചായ കുടിച്ചെടുത്ത അമ്മേ, എനിക്ക് ചായ ആയോ? അമ്മ ആടിന് ഞാൻ ഇട്ടരാം. ചേച്ചി ഇട്ടരാടാ. അല്ലേ നീ ഇട്ടോ, നീ നെഞ്ചു തിരുമ്മല്ലേ. നീ ഇനി ചായ കുടിക്കണ്ട, വേണ്ട വേണ്ട, നീ ചായ കുടിക്കണ്ട. നിങ്ങൾ ഇനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, ശാലി ചേച്ചിൻ്റെ പിള്ളേർ, നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മളൊരു വിരുന്നൊരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായത് ശനിയാഴ്ച വന്നു, ഞായറാഴ്ചയാണ് പോയത്. രണ്ടുപേര് കൊച്ചുങ്ങൾ രണ്ടും തിരിച്ചു പോയി. കുഞ്ഞാറ്റയും പൊന്നി ഇവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആണ് പൊന്നിയും കുഞ്ഞാറ്റയും പോയത്. അപ്പോൾ അവരും നമ്മളും എല്ലാം കൂടെ ഒരു ബിരിയാണി വെച്ച്, ഒരു ഷെഫുണ്ട് നമ്മുടെ കുടുംബത്തിൽ, അവനെ വെച്ച് വെപ്പിക്കാനായിരുന്നു. പക്ഷെ അവ സമയമായപ്പം അല്ലല്ലോ അവൻ മുങ്ങുമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവൻ മുങ്ങി. അവൻ പാസ്ത സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ നമ്മുടെ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു റൂമിൽ, ഞാനും കുഞ്ഞാവേ ഒരു റൂമിൽ കിച്ചു. അവരിപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണ്. പിന്നെ പിള്ളേരൊക്കെ ചവിട്ടി കയറാതിരിക്കാൻ വേണ്ടി സോഫയിലൊക്കെ നമ്മളിങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ പലതും തോന്നും. പിന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഡോർ തുറന്നു വെക്കാൻ പറ്റത്തില്ല. അടുക്കളയുടെ അവിടുത്തെ ഡോറ് പട്ടക്കാന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് അടയുക. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പർ ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പണി തീർന്നിട്ടില്ല. അടുക്കളയിൽ അതുപോലെ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമൊന്നും ആയിട്ടില്ല. കബോർഡൊക്കെ ഫിറ്റ് ചെയ്യണം. അലുമിനിയം ഫാബ്രിക്കേഷൻകാർ വന്ന് അളവെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വാതിലും ഓരോ കസേര വെച്ച് ഇങ്ങനെ ചാരി. കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ ഡാമേജ് വരുന്നു. എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വരുന്നുണ്ടോ കുഞ്ഞാ? കമൻറ്റിലൊക്കെ ഞാൻ ഇവനെ വിട്ടിട്ട് പീഡിപ്പിക്കുന്ന പോലെയായി കുഞ്ഞാ. ഇവന് എന്നെ സമാധിയാക്കുമെന്ന് ആദ്യം പറഞ്ഞു കുടുംബിനിയെ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവനെ. പക്ഷെ ഇവൻ മാന്യൻ ബുദ്ധിമാൻ, അവനത് ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞത് അപ്പാടെ ഇട്ടു. എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ, ഞങ്ങളുടെ തമാശയല്ലേ. ഞാനതിട്ട് കുഞ്ഞോ എന്നെ എല്ലാം കൂടി ഇട്ട് എന്തൊക്കെയോ പറയുന്നു. അമ്മ എന്നെ വിളിക്കാണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. അമ്മ എങ്ങനെ സഹിക്കുന്നു എന്തോ എന്നെ പറയുന്നത്. എങ്ങനെയുണ്ട് പോയിട്ട്? ഇവൻ അകത്ത് നൂറ്റിയിട്ട് ഇതിങ്ങതാ. അതെ, ഈ കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന എന്തിനാന്ന് ഇവനെ അറിയത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തോ ഞാൻ പഠിച്ചുതരാം. വാതിൽ തുറക്കണമെങ്കിൽ അപ്പുറത്തോട്ട് പോകണം. പോയിട്ടു
കൈയും കഴിയാ വഴി വാ. കൈ ഉണങ്ങിയ കല്യാണം താമസിക്കാൻ കിച്ചു. കൈ ശാലം നനച്ചോ കല്യാണം? അത്രയും നാളും കൂടെ എൻജോയ് ചെയ്യാന്ന്. എന്തുകൊണ്ട് വിശേഷം? അപ്പം നമുക്ക് മറ്റേ വീഡിയോ കണ്ടിട്ട് വരാവേ. അച്ഛനും പോലും ഒരേ കളറും ഒരേ കയ്യിലിരിപ്പില്ല. ചിമ്പം പാവോ. ഈ ചെക്കൻ ഭയങ്കര കുർത്തക്കേടാ. കസേരയുടെ എല്ലാം കാല് കാരുന്നുണ്ട് ഇവൻ. പേപ്പറിൽ ആന ഇറങ്ങി പോയി. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോയാൽ ആന കണ്ടമ്മേ. 9 ആനയാണ്. ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു ആന, ഒരു സൈഡിൽ ഇരിക്കുന്ന മാന. ചിലപ്പോ 3 ആനയുടെ കാലായിരിക്കും ഒരെണ്ണിയത് കേട്ടോ. ചിലപ്പോ 3 ആനയുടെ കാലായിരിക്കും ഒരെണ്ണിയത്. ആ ഇവിടെ 11:30 തൊട്ട് റെഡി ആയിട്ടിരിക്കുവോ. ലിസ്റ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ലിസ്റ്റ് വെച്ചുള്ള സാധനം എല്ലാം ഉണ്ടോ എന്ന് എനിക്ക് നോക്കാം. അതിന്റെ ലിസ്റ്റാണ് ബിരിയാണി ലിസ്റ്റ്. അത് ചേച്ചി അത് ഉണ്ടാക്കിട്ട് വാ, എന്നിട്ട് കുടുംബിനി ഇന്ന് ബിരിയാണി വെക്കും. കോയിസ് ബിരിയാണി വെച്ചിട്ട് എന്നെ സിനിമ കാണിക്കാന്നൊക്കെ പറഞ്ഞു. ബിരിയാണി വെച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകും. സമയം ഉണ്ടെങ്കിൽ കേട്ടോ. നമ്മ ചക്ക വിളിക്കുക. അപ്പുറം എവിടെയോ മരം മുറിക്കുന്നുണ്ട്. അതിന്റെ ഒച്ച കാരണം. ശരിയാ. ഇന്നലെ മുറിക്കാൻ തുടങ്ങിയതല്ലേ? ഈ ചക്കയാ? ചക്കയല്ല, മരം. കുടുംബിനി വന്നു, ചുമ്മാ ഇരിക്കാൻ വേണ്ടി വന്നതാ. ഇരുന്ന് തിന്ന് സഹായിക്കും. കാസർഗോഡൻ ചക്ക. ഹലോ, ഇതുവഴി ഇറക്കി വിട്ടാനാണോ നീ വഴി വരുന്നത്? കുടുംബച്ചൻ ചിക്കൻ പൊളിക്കുന്നു. ചിക്കൻ പൊളിക്കുമല്ലേ, സോറി, ചിക്കൻ വൃത്തിയാക്കുക. ചിക്കൻ പൊളിക്കുന്നു. ഞങ്ങളൊന്ന് ബിരിയാണി വെക്കുകയാണ്. അതായത് ശാലിൻ ചേച്ചിയുടെ പിള്ളേര്, അതായത് നമ്മുടെ പിള്ളേരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പിള്ളേർക്കൊരു വിരുന്ന് അങ്ങോട്ട്. നാളെയെങ്കിലും വെച്ച് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയൊന്നുമല്ല. കുഞ്ഞാവ സവാള അരിയുന്നു. ഞാൻ മറ്റേ മേൽക്കർമ്മി എന്ന് പറയൂലേ, അതാണ്. ഞാനിങ്ങനെ മേൽനോട്ടം നടത്താം. അല്ല, അമ്മ ബിരിയാണിയിലിടാൻ ചക്ക ഉണ്ടാക്കുന്നുണ്ടോ? ഞാനോ? ഇത് ഞാനോ? ആര് പറഞ്ഞു? മരം വെട്ടുന്നുണ്ട്, ആരും കേട്ടില്ല. അത് കിച്ചുവിനെ പറ്റിയാ. ഞാനുള്ളോണ്ട് എന്താ എന്നെ പറ്റിയുള്ള അഭിപ്രായം? പറ. ചക്ക കൊടുത്തിട്ട് വായി ചക്ക വെച്ചോളൂ. അതിന് പറ. ആ, നല്ല അഭിപ്രായമാണ്. കഴിഞ്ഞു. നീ എന്റെ കുറ്റം പറയുന്നില്ല. പറയാൻ വാക്കുകളില്ല. പറയാൻ വാക്കുകളില്ല. ഞങ്ങൾ നാളെ ഒരു വരെ പോകുന്നുണ്ട്. ഞാനും കുഞ്ഞാച്ചേട്ടനും. ഞാനും കുഞ്ഞാച്ചേട്ടനും. ദിവ്യ ചേച്ചി വരുന്നുണ്ട്. ഊട്ടിക്ക് പോവാൻ. ഊട്ടി വരെ പോയിട്ടിരമേ. കൊതുകുത്തായിരിക്കുന്നു. നിനക്കറിയോ മഴ കൊടുത്ത് വെള്ളത്തിലെറിയുന്നത്? നിങ്ങൾ ചെയ്ത് കാണിക്കോ? ഞാൻ മാത്രല്ല, ഞാൻ മറ്റേ ജലദേവതയായിട്ട് വരാം. ജലദേവതയായിട്ട് എന്റെ കൂട്ടുകാരൻ ജോബിനായിരുന്നു. ചെറു കൊച്ചി. അത് മാലാകേളാ. ജലദേവത. ചേട്ടാ മരം പെട്ടെന്ന് ഉച്ച ഇവെല്ലാം കഴിക്കേട്ടാ. തിരിച്ച് സംഭവം തിരിച്ചു കളിയാ. ശരിക്കും ഇതാണോ സ്ഥലം? മറ്റേ ചേട്ടാ ഇവെല്ലാം കഴിക്കേട്ടാ. ഉച്ച കഴിഞ്ഞേട്ടാ. എന്ത് ചേട്ടാ ഇങ്ങനെ പണിയെടുക്കുന്നേ? ഇത്ര ആത്മാർത്ഥത കാണിക്കാൻ. നമ്മുടെ വീടിന്റെ പുറവശം അവിടെ കണ്ടിരുന്ന ചേട്ടൻ മരം വെട്ടുന്നേ. എന്തി താണ്ട ഇരിക്കുന്നുണ്ടോ? പാത്തിരിക്കുന്നുണ്ടോ കള്ളൻ? എന്തി ഇവിടെ കണ്ടി കണ്ടല്ലോ. താണ്ട അനങ്ങുന്നുണ്ടോ? നമ്മുടെ കുടുംബച്ചനും കുടുംബിനിയും അരിയുമാണ് ഗുയിസ്. എന്തൊരു വെട്ടൽ. കുഞ്ഞാറ്റേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനം തരാം. ചക്കച്ചോള. ചക്ക വാങ്ങിക്കോളാം. പച്ച ചക്ക. അത് നമ്മുടെ ഭക്ഷണം തരും. നമ്മുടെ ചക്ക വേണം നിനക്ക്. ചക്കക്കുരു കളയല്ലേ? നമ്മളമ്മ ചക്കക്കുരു വാങ്ങും കൂടെ കഴിവെക്കായിരിക്കോ? ഞാൻ പറയും കുഞ്ഞാറ്റ കളഞ്ഞു. ഞാൻ വന്നോ?
ചക്കക്കുരു എടുക്കാൻ അറിയാവോ? ഇതാ കുഞ്ഞാറ്റോട് പറഞ്ഞു, കുഞ്ഞാറ്റെടുത്ത് ഇതിനകത്തൊരു ചക്കക്കുരു ഉണ്ട്, അതെടുത്ത് മാറ്റില്ല വയറ്റിൽ പ്ലാവ് ഒഴിക്കും കേട്ടോ. ഇതൊക്കെ വായിലെടുക്കുക. കൊനിക്കാണോ? എന്തെങ്കിലും സഹായം. തക്കാളി എടുത്തിട്ട് കുടുംബത്തൊരു ഷെഫ് ഉണ്ടായിട്ട് പാചകം അറിയാത്ത എന്നെ കൊണ്ട് കട്ട് ചെയ്ത് തരണ്ട, വെച്ച് തരാൻ ആ ഒരു കാര്യം ചെയ്യും. മറ്റേ തൈരും സവാള എല്ലാം കൂടെ ചേർത്തുള്ള സാധനം വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ബിരിയാണി വെക്കാൻ പോവുകയാണ്. എന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അരിയൊന്നും ഞാൻ മേജർ ഷെഫാണ്. ഇളക്കുന്ന പരിപാടിയുള്ളൂ. കൊള്ളാമെങ്കിൽ ഞാനാന്ന് പറയും, കൊള്ളത്തില്ല എന്നാ 8 ക്ലാസ് അരിയിടാന്ന്. ചാച്ചനെ എന്നെ 13 അരി എണ്ണ ഇട്ടാലോ? അമലൂരൊക്കെ നീ ഒന്നായിട്ടുള്ളതാണോ? 13 അരി എണ്ണ ഇട്ടാലോ? ഷെഫിന്റെ കണക്ക് കൂട്ടരുത്. ചേച്ചി ഇട്ടച്ചാറ് കാണോ? ഞാൻ സ്വന്തമായിട്ട് ഇട്ടച്ചാറ്, അത് അർദ്ധരാത്രി കിട്ടതാ. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ലെന്ന്, പക്ഷെ അതല്ല സത്യം. കുറച്ചൊക്കെ അതാണ് സത്യമെങ്കിലും ശരിക്കും അതല്ല സത്യം. അങ്ങനെ ദീപ്തി ചേച്ചി ഇട്ടച്ചാറ് കുഞ്ഞാച്ചേട്ടൻ ഇട്ട് വെച്ചിരിക്കുന്നു ഗൈസ്. പക്ഷെ ഇത്രേ ഉള്ളൂ സാധനം, മതി. വലിയൊരു ഭരണി ഇതിലാണ് അച്ചാർ ഇടുന്നത്. ഇനി ഇതിനെ കഴുകണം. ആ ഇവിടെ കുറേ മാങ്ങയുണ്ട്. അല്ലേ സന്തോഷമായിട്ട് വെട്ടിക്കളയാൻ ആരെ കൊണ്ടും പറ്റും. ആ അമ്മ ഉരുളിയുമായി വന്നു ഗൈസ്. കൊള്ളൂ. ഭാരമില്ലാത്ത ഉരുളി എടുക്കുന്ന കുടുംബിനി. ആ ഉരുളി ഒന്ന് ചൂടാവണ്ടേ ഇനിയും. ബിരിയാണിയുടെ മസാലയ്ക്കാണ് ഗോയ്സ്. ഇങ്ങനെയുള്ള വെള്ളം ആദ്യം ഉണ്ടായിരുന്നു. ഇത് ബിരിയാണി വെച്ചിരുന്നതാണോ? അത് വേറൊരു സാധനമാണ്, നീ കണ്ടിട്ടില്ല, ഞാനേ കണ്ടിട്ടില്ല, ഞാനിന്നാ കാണുന്നത്. എന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഇതൊക്കെ എന്ത് അത് ഇരിക്കുന്നില്ലല്ലോ. ചക്ക വേണോടാ? വേണ്ട. സവാള ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിരിക്കുക. അത് വേറൊരു സംഭവം സംഭവിച്ചതാ. ഞാൻ പറഞ്ഞു എനിക്ക് റൈത്തൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു തരാം. അവൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞ്. ഞാൻ പറഞ്ഞാൽ പോട്ടെ, ഞാനത് മിക്സിയിലിട്ട് ചെറുതാക്കി തരാം. സീതത്തോട് മിക്സിയിൽ ഞാനിത് അടിക്കുന്ന കണ്ടിട്ടാണ് ആശാൻ ഉദ്ദേശിച്ചത്. അത് മിക്സിയുടെ കൂടെ ഉള്ള വേറെ മിക്സി, അതിൽ ചോപ്പറുണ്ട്, അരിയുന്നുണ്ട്, ക്യാബേജ് ഉള്ളി എല്ലാം ഞാൻ അതിൽ അരിയല്ലേ, ഒറ്റ അരച്ച്. അപ്പൊ ഇതിങ്ങനെ അരഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട മോനെ, ഒരു കാര്യം വെച്ചോ, വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് അന്നേരം ഞാൻ ഇത് കഴിക്കും, വെള്ളം ഇങ്ങനെ നീരാട്ടുന്ന ഇത്തിരി കഴിയുമ്പോൾ ഉള്ളി കഴിക്കും, അതിന് പിഴിഞ്ഞു തന്നതാ. ഞാൻ പറഞ്ഞു ആരും അറിയില്ല, ഈ സത്യം നമ്മളോടൊപ്പം മണ്ണിച്ചേരും, അപ്പൊ പറ്റൂല, അതവിടെ ഇരുന്നോട്ടെ. ഇനി അമ്മ പന്നിക്കറി വെക്കുന്നുണ്ട്, അമ്മയോട് വേണോ ചോദിക്കാം. കുനുകുന അരിയണ്ടേ? അതുപോലെ കാണിച്ചു തരാൻ പറയുന്നത് ജീവിതം. ആ കാണിക്കാ ഉള്ളി ഇങ്ങോട്ട് വെക്കുക, നീക്കി വെക്കുക. ഇങ്ങനെ ആദ്യം അരിയുക, എന്നിട്ട് ഇത് ഞാൻ അരിഞ്ഞത് പൊടി കണ്ടോ? ഇതേ പൊടി കിടക്കുന്നു. നീണ്ട് നിങ്ങളാണോ ചുറ്റുത്തിലേതാണോ ചെറുത്? ഈ അരിഞ്ഞതാണോ പീസ്? ആ അതിന് 2-3 പെറുക്കേണ്ടി വരും. ഇതിനെ ഞാൻ ചെറുതെന്നല്ലോ പറയിച്ചു. ചെറുത് ഇതാണോ ചെറുത്? ഞാൻ തരാം. പറയടാ, ഇതേതാണോ ചെറുത്? പട്ടിണി ഇറങ്ങണോ? ഭീഷണിയാ. ഞാനാ പറയുന്നത്. നീ ഓടിക്കും, കാർ ഓടിക്കും, ബൈക്ക് ഓടിക്കും, വേണ്ടി വന്ന് റോഡ് വന്ന് എല്ലാ വണ്ടി നീ ഓടിക്കും. അയ്യോ ചുമ്മാ പിന്നെ എനിക്കിന് കാർ കൊടുക്കുമല്ലോ. ഇതിന് കാർ കൊടുക്കുമല്ലോ അല്ലേ? കാർ കൊടുക്കാന്ന് തരാന്ന്. ഇങ്ങനെ പൊടി അരിയണ്ടതിന് പകരം വെട്ടി അറിഞ്ഞിട്ട് വെപ്പുകല്ലിന്റെ കാര്യമില്ല, പല്ലിട്ടല്ല റൈറ്റ് ഉണ്ടാക്കുന്നത്.
എങ്ങനെ ആരും വാങ്ങിപ്പിച്ച് അവർക്ക് അരയ്ക്കുമല്ലേ? എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. എന്നോട് എന്തെങ്കിലും പറയുമ്പോ ഞാൻ പറഞ്ഞുതരാവേ. കക്കിരിയും കുക്കുംബർ നിങ്ങളോട് ഈ വീട്ടിലോട്ടാണല്ലോ വന്നേ. വെച്ചത് ഞാനല്ലായിരിക്കും എന്നാ. കുക്കുംബർ കക്കിരിയും കുക്കുംബറും ഉണ്ടാ പാട്ടില്. എന്ത് വെള്ളം കുടിക്കരുത്. എന്താ എന്താ കണ്ണ് തുറന്ന് നോക്കടിയത്. തല്ലി തീർക്ക് തല്ലൂലാന്ന് ഇതരിയണം. വേണ്ട, കുറച്ച് വലുത് തരിഞ്ഞാൽ ചെറുത് അരിക്കാന്ന് വിചാരിച്ചപ്പോൾ അപ്പൊ ഇത് വെച്ചത് നീ അല്ലേ? കക്കിയ അതാ ഉള്ളിയോ? കാല പിടിക്കുന്നത്. അയ്യോ അത് വെളിച്ചെണ്ണ എണ്ണേന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരിയാ. അയ്യോ പച്ചവെള്ളം കുഴിക്കുന്നവരും കുഴിക്കോ? എന്റെ വെള്ളമേ നിന്നെ ചൂടാകാൻ പറ്റും, അറിഞ്ഞായിരുന്നോ? ഒക്കെ ഞാൻ രാവിലെ തുടങ്ങിയ വൈകിട്ടത്തേക്ക് കൊടുത്തു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ആരും ധൃതി വെക്കൂല. വേണ്ടേ തിരിച്ചെടുത്താൻ? പൈനാപ്പിൾ അമ്മ കൊണ്ടാണെങ്കിൽ കൂടെ പൈനാപ്പിൾ തിന്നിട്ട് ഇതിനെ വിളിച്ചു. അപ്പൊ തുടങ്ങിയ വിഷമോ. ഞാൻ പറഞ്ഞത് ഈ ഒരു പൈനാപ്പിൾ നീ സ്റ്റാർട്ട് ഞാൻ കുറച്ചിടക്കാം. പൈനാപ്പിൾ കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഫോൺ കാത്തു വെക്കുന്നു, കിച്ചന്റെയും മുട്ട പൊളിക്കും. കുഞ്ഞാറ്റിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാല്ലോ പറഞ്ഞത്. മുട്ട പൊളിക്കുന്നു, കുഞ്ഞ മുട്ട പൊളിക്കും. കേട്ടിട്ടില്ല? മുട്ട അണ്ട, കോഴി മുട്ട തരും, പശു പാല് തരും. കേട്ടിട്ടുണ്ടോ? കണ്ണൂരമ്മൂന്ന് രാവിലെയും വൈകിട്ടും കോഴി മുട്ട തരും, പശു രാവിലെയും വൈകിട്ട് പാലും തരും. അതുകൊണ്ട് നമുക്ക് കോഴി മുട്ടയും തരും. എന്താ പച്ച കളർ? എടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് വരട്ടിയ. അതായത് ഈ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ സാധനമൊന്നും ഉപയോഗിക്കില്ല. അങ്ങനത്തെ വാങ്ങിച്ച പൊടികളല്ലേ പൊടിപ്പിച്ച പൊടികൾ വളരെ കുറവേ ഉപയോഗിക്കും. ഇത് എല്ലാം പച്ചയായിട്ട് അരച്ച് തേച്ചത്. പച്ചയില, വാഴയില. കാരണം ഇത് പെരട്ടിയപ്പം തൈര് ചേർത്താ വരട്ടുന്നത്. ഈ തക്കാളിയുടെയും ആ തക്കാളിയുടെയും തൈരിൻ്റെയൊക്കെ ചൂടിൽ ഇത് കാണുമ്പോഴൊക്കെ തോന്നി ചിലപ്പോൾ ഞാൻ നന്നായിട്ട് വെക്കുന്നു. സാധനം ചീറ്റും, അതെനിക്കറിയാം. പക്ഷെ ഞാൻ കണ്ണാപ്പിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്നെ കണ്ണാപ്പിന്ന് കൊള്ളാന്ന് പറഞ്ഞു. കണ്ണാപ്പി തെറ്റാ. പിന്നെ എന്റെ ഉഷമ വരും. ഉറക്കെ പറ. മീൻകറി കൊള്ളായിരുന്നു. ചേച്ചി വെച്ചതാ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുത്തടുത്ത് പറയണം. അടപ്പില്ലല്ലോ. കേട്ടോ, ഇത് തിന്നിട്ട് 2 ദിവസത്തേക്ക് വീഡിയോ കണ്ടില്ല വിചാരിച്ചോണം. ബിരിയാണി സൂപ്പർ ആയിരുന്നു. പേടിക്കണ്ട, പഴയ വീഡിയോ ഉണ്ട്. ഈ ചുറ്റുപാട് ഒരുപാട് വീടുകളുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഇയാളെ പിന്നെ അടപ്പെടുത്തിട്ടോ. അവിടെ ഉള്ള ഏറ്റവും വലിയ അടപ്പായിരുന്നു പറഞ്ഞിട്ടാന്ന് പറ. അല്ലെ ദാമോദരൻ കൊച്ചാട്ടം പറഞ്ഞെന്ന് പറ. അല്ല ഇപ്പൊ ആരും ചോദിച്ചില്ലല്ലോ. അടുക്കളാശത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും. അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാൽ മതിയോ? അവർക്ക് ശീലമില്ല, ഇങ്ങനെ ശീലമാക്കുള്ളൂ. ഓഫാക്കിക്കട്ടെ. ഗ്യാസോ? ഇത് മൂടി കണ്ടുപിടിക്കാൻ പോയ ഗൈസ്. അതെന്തുവാ? ഡിഷല്ലേ? ആ കൊടയല്ലേ? അതെടുത്താ നിന്നെ ശരിയാക്കോ? ആ മെന്റലുണ്ട്. കിട്ടിച്ചു. ഇത് ചടയോ? ആ അതോ ചടയും. ആ പോയ വഴിയെ തിരിച്ചുവാ. പൈസ എടുത്തോ? പൈസ അങ്ങനെയുണ്ട്. ആ ഇതിലേ പോകും ഞാൻ. ഇതിലേ പോകും ഞാൻ. ഈ ചപ്പിട്ട് എൻ്റെ ഇതിലാണ്. ആ ചപ്പ മാറ്റി നേരെ റോഡിലേക്ക്. വണ്ടി പോയില്ലാന്നോ? മുകളിലേക്ക് പോയിട്ടില്ല തോന്നുന്നു. വണ്ടി കയറി വരുന്ന ഒച്ച കേൾക്കുന്ന. പാല് മേടിക്കാൻ പോകുന്നു. മോളിൽ പോയിട്ട് തിരിച്ചു വരും. പാല് മേടിക്കാൻ പോവാ.
എന്ന് വിളിച്ച് വരുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു തവണത്തെ നാടോടി നൃത്തത്തിന് ഒരു തൂക്കുപാത്രം ഉണ്ടായിരുന്നു. പാലുവണ്ടിയാണോ കേൾക്കുന്നത്? കല്ലൊക്കെ തെറിച്ച് വരിക അന്നത്തെ പോലെ ഇങ്ങോട്ട് നീങ്ങുന്നു. വലിയ എളിമ നിർത്തിയത് ഒരിക്കലും നിർത്തത്തില്ല, വണ്ടി നിന്നെ കയറത്തില്ല. ഇതാണ് പാലുവണ്ടി. ഇതേ സൊസൈറ്റിയിലെ പാലുവണ്ടി. വണ്ടിന് കയറില്ല, അത് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് പാല് വരുന്നത്. അമ്മ എന്നും പാലും മേടിച്ചോണ്ട് വരുന്നതാണ്. ഇവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല. റോഡിലോട്ട് ഓടുന്ന കാണാം പാലും വണ്ടിന്ന്. കാണാത്തോരെയാ? കണ്ടോ? ഇല്ല, പോയില്ല, അങ്ങോട്ട് പോയില്ല. 2-3 ദിവസം കഴിഞ്ഞേ പോത്തുള്ളൂ. ഇല്ല, വിളിച്ചിട്ടാ പോയെ അങ്ങോട്ട്. ആദ്യമായിട്ട് ഇന്നലെ കരിമ്പ് മരത്തേന്ന് പറിച്ചു തിന്നു. അത് പാലാ? അത് മേടിച്ചിട്ട് പോയാലോ. പാലിന്റെ ഒരു സ്റ്റോപ്പാ. പാൽവണ്ടി നിർത്തുന്നത് ഇവിടെയാണ്. ചേട്ടൻ വലിയ പാത്രം മേടിക്കുന്നതുകൊണ്ട് നമുക്ക് സഹിക്കുന്നില്ല. ഇത് വെച്ചോളാം. കൊണ്ടുപോകാൻ തോന്നുന്നു, വാങ്ങിക്കാൻ വന്നല്ലേ. എന്താണെന്നറിയോ? ഇവര് വീഡിയോ എടുക്കുന്ന കള്ളത്തരം എന്തും കാണിച്ചവര് നാളെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കാണാൻ അത് കണ്ടുപിടിക്കാൻ പാലാണ്. ചാനലിന്റെ പേര് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. ചേട്ടാ പോവാ ശരി. വീട്ടിൽ കൊടുത്താലോ? ഞാനെന്തായാലും വീഴും. കവിത മാമി, നിങ്ങളുടെ മകൻ മമ്മി നിങ്ങളുടെ മകൻ പാലുമായി പോകുന്ന കണ്ടോ? എടാ പതുക്കെ പോയാൽ മതി, ചെല്ലുമ്പോൾ 2 ലിറ്റർ പാലും കാണണം. ഞങ്ങൾ പാലുമായി എത്തി ഗായ്സ്. മുടിയോ? അന്വേഷിക്കും. നീ ആരുടെ മുടിയൊന്ന് കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതിയേ. മിക്കവാറും കിച്ചുവിൻ്റെ ആയിരിക്കും. കിച്ചുവിൻ്റെ ഏതോ ആരാധികമാർ വന്നപ്പോൾ നിർമ്മലാമ്മ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ മുടിയാ കൈ കിട്ടിയതാ. എന്താ ചേർച്ച. അപ്പു സുന്ദരൻ, ഇങ്ങോട്ട് തിരിഞ്ഞേ. അപ്പൂന് ചേരുന്നുണ്ടോ നോക്കട്ടെ. കൊള്ളാം. ശാല്യമ്മ കാണുമ്പോൾ ചിരിക്കുമല്ലോ. സുന്ദരി, അവളോർത്ത് തലയിൽ നല്ല കാര്യമായിട്ട് വെച്ചേക്കുന്നത്. സുന്ദരിയായി. നാണം നോക്കി. അല്ല, തിരിഞ്ഞു നോക്കാത്ത വിരുന്നുകാരെന്തെങ്കിലും വരുമ്പോൾ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നല്ല വാർത്ത. കൂടെയുള്ള വീട്ടുകാർക്ക് എന്നിട്ട് കളിഞ്ഞ വാർത്ത. ഡിസൈൻ ഈ തോർത്തില്ലാണ്ട് പറ്റൂല. ഈ കറുത്ത തോർത്ത് രാവിലെ ഒരു 2 മണിക്കൂർ ഇത് എടുത്തോണ്ട് കിടക്കണം. അവൻ്റെ അമ്മ പ്രസവിച്ചപ്പോൾ ഈ തോർത്ത് ഇവനെയും കൂടെ ഒരുമിച്ചാണ് പ്രസവിച്ചത്. അവന് വിട്ട് പിരിയാൻ പറ്റൂല ഈ കറുത്ത തോർത്ത്. ശബരിമലക്ക് ഇതാകുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കയറാലോ. അതിനായിരിക്കും. അങ്ങനെ വിളമ്പണം. ഒരു പീസ് കുറച്ച് അല്ല 2 പീസ് അരി അല്ലേ? അല്ലേ 3 പീസ് ഒരു അരി. അല്ല അങ്ങനെ വിളമ്പി കഴിഞ്ഞാൽ തികയെന്ന് പറഞ്ഞു. ഇത് കുറച്ചുകൂടെ എടുത്തില്ലേ? കഴിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എന്തൊക്കെയോളം വൈകിട്ട് പിള്ളേര് കഴിച്ചതാ. അത് ശരിയാ. ഇതില് ബാക്കി വേണ്ടതൊക്കെ എടുത്ത് വെച്ചു. മുട്ടയൊക്കെ എടുത്ത് വെച്ചു. പൊന്നോട്ട് ഇപ്പൊ എടുക്കട്ടെ. നമുക്ക് നല്ല വീഡിയോ കാണുന്നവർക്ക് കഴിച്ചു നോക്കാൻ പറ്റാത്ത എന്റെ ഭാഗ്യം. അല്ല നിങ്ങളെ എന്താ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. തലയൊക്കെ വെച്ച് അന്തസ്. ഇപ്പൊ എല്ലാരും വന്ന് കമന്റ് ഇടും. കഴിഞ്ഞ ദിവസം ഇട്ടു, ഞാൻ വന്ന് കയറിയ വീട് പട്ടിത്തറവാടാക്കിയത്. പാട്ടിനെ പരിക്കാൻ പറ്റി. അവള് സ്വമനസ്ഥാനം കയറിയതാണ്. എനിക്കതിലൊരു പങ്കുമില്ല. പിന്നെ കിടന്നോട്ടെ.
ഒന്നും ബാക്കി സൈഡിൽ വെക്കല്ല, എല്ലാം കഴിക്കണം, എല്ലാം കഴിക്കാൻ പറ്റിയ സാധനം. എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം. അഭിപ്രായം പറയുന്നത് ആ കസേരയിൽ ഇവിടെ ഇരുന്ന് ബോൾ പിടിക്കാനാണോ വീഴുന്നത്? കൊള്ളാവോ കൊള്ളാവോ കൊള്ളാവോ? നീ പറ അഭിപ്രായം കേക്കട്ടെ. കൊള്ളാമോടാ? കൊള്ളാവോ? കൊള്ളത്തില്ലെന്ന് പറയടാ. അതെന്താ കുഞ്ഞാവച്ചേട്ടന് കാല് കൊടുക്കുന്നേ? അതെന്താ പാത്രത്തിൽ കഷ്ണങ്ങൾ കൂടുതൽ വീഴുന്നുണ്ടല്ലോ? കോഴി തന്നെ കയറുന്ന എന്തോ പ്രത്യേകത. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിച്ചിട്ട് നാളെ വീഡിയോ കണ്ടില്ല എല്ലാവരും മനസ്സിലാക്കണം ബിരിയാണി ഭയങ്കര സൂപ്പറായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു കിച്ചുന് മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കിച്ചുന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? സ്ത്രീധനം ആയതുകൊണ്ട് കൊടുക്കാത്തതാണോ? ഇത് കുടുംബിനി എങ്ങനെയാണെന്നറിയാമോ? എല്ലാരും കഴിയുമ്പോ കുടുംബിനി പോയി ഇങ്ങനെ നോക്കി നിക്കണം കേട്ടോ. കുടുംബിനി എങ്ങനെയാണെന്നറിയാമോ? എല്ലാരും കഴിയുമ്പോ ഇങ്ങനെ അവിടെ പോയി നോക്കി നിക്കണം. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ദീപ്തി ചേച്ചി പറയുന്നത് വിയർക്കാത്തത് വയനാട് ആയതുകൊണ്ടാണ്. എനിക്ക് കാലൊന്നും വേണ്ട. അയ്യോ സക്സസ്ഫുള്ളി കഴിഞ്ഞു. പാവം വിശന്നിരിക്കുന്നു. ചിക്കൻ വേണോ? എന്തെങ്കിലും വേണോ? എനിക്കൊന്നും കുറച്ച് വിളമ്പുണ്ട്, രണ്ടാമത് ഒന്ന് ചോദിക്കാന്നുള്ള ബുദ്ധിപരമായ തീരുമാനമായിരുന്നു. പറയാലോ ടേസ്റ്റ്. അമ്മ ഇന്ന് ഞാൻ ഇതിനകത്തപ്പോ എന്തു ഇടണ്ട? അമ്മയ്ക്ക് കഷ്ണവും വേണ്ട. അമ്മ ഒരു കഷ്ണം കഴിക്കേ, അതിൽ ഒരു കഷ്ണം ഇട്. അതാർക്കാ? സ്വന്തമായിട്ട് വിളമ്പുന്ന പാത്രങ്ങളിൽ പീസ് കൂടുതലാണ്. എനിക്ക് മുട്ടയൊന്നും വേണ്ട. അല്ല, ഞാൻ 2 മുട്ട എടുത്ത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വരാണ്ട് തിന്ന് തീർക്കാൻ നോക്കുമ്പോ അതുപോലെ രാവിലെ കഴിക്കാമല്ലോ. രാവിലത്തേക്കാ നമ്മൾ രാവിലെ എപ്പോഴാ വന്നേ? നീ നിന്നെ ഞാൻ വിളിക്കൂല്ലോ. രാവിലെ തന്നെ എണിച്ചാ കൊണ്ടുപോകും. 2 പപ്പടം എടുത്തെന്നും പറ. 2 പപ്പടം എടുത്തു. ഇവിടെ ഉള്ളവർക്കൊന്നും ഇങ്ങനെ ബിരിയാണിയുടെ പപ്പടം തിന്ന് ശീലമില്ല. ഞാൻ ശീലിപ്പിക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ശീലങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത് ഇതിന് ബിരിയാണി എന്ന് വിളിക്കല്ലേ, ചോറും ചിക്കൻ ചിക്കൻ വേണ്ട, അവന് നോയമ്പാ. ഇതുപോലെ പക്ഷെ നമുക്ക് ഇടൂന് കൊടുക്കണം. ഇനി കുളിക്കുന്നോ? ശരിയാടാ എടാ, ശരിയാടാ. വലിയ വൃത്തിയായിട്ടില്ലല്ലോ. ചിക്കൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയല്ല ആൾക്കാർ കഴിച്ചോളൂ. കിച്ചുവിന് കുഴപ്പമില്ല. കിച്ചു കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ നാളെ അവനെ ഞാൻ കൊണ്ടുപോകല്ലോ ഊട്ടിക്ക്. സൂപ്പറോ? പക്ഷെ ഇതുപോലെ ഈ ടേസ്റ്റ് വേറെ കഴിക്കാൻ പറ്റൂല. കാരണം ഞാൻ രണ്ടാമത് വെച്ചാലും ഇങ്ങനെ ഇരിക്കൂല. എനിക്കറിയത്തില്ല. ഉള്ള എല്ലാ കാര്യം കിട്ടും. മതി മുമ്പ് എനിക്ക് കഴിക്കുന്നവരുടെ എടുത്തിട്ട് ക്യാമറയ്ക്ക് പിന്നിൽ എന്തൊക്കെയോ വാരി പറക്കുന്നു. അതെ, ക്യാമറ മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കൂടുതൽ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി. കിച്ചു കുഞ്ഞാറ്റനെ വിളിച്ചു. കുഞ്ഞാറ്റ ഈ പിള്ളേർ കളിക്ക് വരൂലെന്ന് പറഞ്ഞു.